സാറേ, കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മിനിസ്റ്റർ കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചുരം രഹിത പാത അത് കൊട്ടിയൂർ പഞ്ചായത്തിലെ അമ്പായത്തോടിൽ ആരംഭിച്ച് മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ തവിഞ്ഞാൽ പഞ്ചായത്തിലെ 44-ാം മൈലിൽ എത്തിച്ചേരുന്നതാണ്. വളവ് കുറയ്ക്കാം, ചുരം കുറയ്ക്കാം, ദൂരം കുറയ്ക്കാം. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നിരവധിയായിട്ടുള്ള അപേക്ഷകൾ നൽകി. നിയമസഭയിൽ തന്നെ നേരത്തെ സബ്മിഷനായിട്ട് ഉന്നയിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ജനങ്ങളുടെ വിപുലമായ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഈ ആവശ്യം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ചുരം രഹിത പാതയ്ക്ക് വനഭൂമി ആവശ്യമാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ വേണം കുറച്ചു ദൂരം കടന്നു പോകാൻ. നേരത്തെ അവിടെ ഗ്രാമീണ റോഡ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ വനഭൂമി ലഭ്യമാകണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അപേക്ഷ നൽകണമെങ്കിൽ യൂസർ ഏജൻസിയെ നിയോഗിക്കണം. അതിന് PWDയുടെ ഏതെങ്കിലും വിങ്, റോഡ് വിങ്ങിന് മാത്രമേ യൂസർ ഏജൻസി ആയിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് യൂസർ ഏജൻസിയെ നിയോഗിച്ച് ഈ കൊട്ടിയൂർ 44-ാം മൈൽ ചുരം രഹിത പാത, വളവ് കുറഞ്ഞ ഈ പാത യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സർ, കണ്ണൂർ ജില്ലയും വയനാട് ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരരഹിത പാത നിർമ്മിക്കണമെന്നതാണ് ബഹുമാന്യനായ സണ്ണി ജോസഫ് MLA സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ ശ്രീ OR കേളുവും വയനാട്ടിലെയും കണ്ണൂരിലെയും വിവിധ രാഷ്ട്രീയ നേതാക്കളും ഇതിൻ്റെ സാധ്യത പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. നിർദ്ദിഷ്ട എയർപോർട്ട് കണക്ടിവിറ്റി റോഡിൻ്റെ ഭാഗമായും മലയോര ഹൈവേയുടെ ഭാഗമായും വരുന്ന റോഡിന് ബദലായി ചുരം ഒഴിവാക്കിക്കൊണ്ടുള്ള റൂട്ടുകൾ സംബന്ധിച്ച പരിശോധന നേരത്തെ പൊതുമരാമത്ത് വകുപ്പ് നടത്തിയിരുന്നു. കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും മറ്റു ഉദ്യോഗസ്ഥരും അവിടെ എത്തുകയും ഇതിൻ്റെ സാധ്യത പരിശോധിക്കുകയും ചെയ്തു. തുടർന്ന് കിഫ്ബി CEOയുടെ നേതൃത്വത്തിൽ മുതിർന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് ഈ വിഷയം പരിശോധിച്ചു. അന്ന് കൂടുതൽ വനഭൂമി ലഭ്യമാക്കേണ്ടി വരുമെന്ന സാഹചര്യമുണ്ട് എന്നാണ് വിലയിരുത്തിയത്. ഇവിടുത്തെ ഇതര പാതകളെ സംബന്ധിച്ച് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും KRFP കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കിഫ്ബിയുടെ പരിശോധനയിലാണുള്ളത്. ഈ ചുരരഹിത പാത യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ വനംവകുപ്പിൻ്റെ കൂടി സഹായം പൊതുമരാമത്ത് വകുപ്പ് തേടും. വനഭൂമി വിട്ടുകിട്ടുവാനുള്ള നടപടിക്രമങ്ങൾ കുറച്ചധികം പൂർത്തിയാക്കാനുണ്ടെന്ന് ബഹുമാനപ്പെട്ട MLAക്ക് കൂടി അറിയാവുന്ന കാര്യമാണ്. അതിനുള്ള സാധ്യതകൾ പരിശോധിക്കുമ്പോൾ തന്നെ സമാന്തരമായ റോഡിൻ്റെ വികസനം കൂടി നമുക്ക് സാധ്യമാക്കാം. ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയുമായി ഉൾപ്പെടെ ഇക്കാര്യം സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താൻ പരിശ്രമിക്കാം. നെടുമ്പോയിൽ മാനന്തവാടി പെരിയ ചുരംപാത നേരത്തെ തകർന്നിട്ടുണ്ടായിരുന്നു. റോഡ് അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായി. റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പ്രവർത്തികൾ ഏറെക്കുറെ പൂർത്തിയായി വരുന്നു.